ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. പൂജിത സുഖമാസീന പൃഷ്ട്വാ നാമയമാദൃത പ്രസക്തധി സ്വാത്മജയോരിതമാഹ വിശാംപതേ. ഇനി നമുക്ക് ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. പൂജിത, പൂജിത എന്ന് പറഞ്ഞാൽ വേണ്ടും വിധത്തിൽ സൽക്കരിക്കപ്പെട്ടവനായിട്ട്, അതായത് വസുദേവരെ വേണ്ട വിധത്തിൽ തന്നെ നന്ദഗോപര് അവിടെ സൽക്കരിച്ചു, കാല് കഴുകിക്കുക, എന്നിട്ട് വേണ്ട വിധത്തിൽ തന്നെ വേണ്ട ആദരവ് കൊടുത്ത് തന്നെ സൽക്കരിക്കപ്പെട്ടവനായി. സുഖമാസീന, സുഖം ആസീനഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുഖമാസീനഹ. സുഖമാസീനഹ എന്ന് പറഞ്ഞാൽ സുഖമായിട്ടുള്ള, ആസീനം എന്നാൽ ഇരിപ്പിടം എന്നർത്ഥം. അപ്പോൾ നല്ല സുഖമായിട്ടുള്ള ഒരു ഇരിപ്പിടമൊക്കെ നൽകി വേണ്ട വിധത്തിൽ തന്നെ കാൽ കഴിയിച്ച് വേണ്ട ആദരവോടുകൂടി തന്നെ നന്ദഗോപര് വസുദേവരെ സ്വീകരിച്ചു. അങ്ങനെ പൃഷ്ടു അനാമയമാദൃതാഹ, പൃഷ്ടു അനാമയമാദൃതഃ, പൃഷ്ട്വ അനാമയം ആദൃതഃ, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് പൃഷ്ട്വ അനാമയമാദൃതഃ. പൃഷ്ട്വ എന്ന് പറഞ്ഞാൽ ചോദിച്ചു. അപ്പോൾ ആദ്യം നന്ദഗോപര് വസുദേവരെ വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ച് വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സുഖമായിട്ടുള്ള ഒരു ആസീനം കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏതൊരു ഇരിപ്പിടത്തിൽ ഇരുന്നാലാണോ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വളരെ സുഖമായിട്ടിരിക്കാൻ കഴിയുന്നത്, അങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് വേണ്ട വിധത്തിൽ പിന്നീട് നമുക്ക് സംസാരിക്കാൻ, ആ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ പറയുകയാണ് സുഖമായിട്ടുള്ള ഒരു ഇരിപ്പിടം നൽകപ്പെട്ടവനായി ആര്? വസുദേവര്. അങ്ങനെയുള്ള വസുദേവര് പൃഷ്ട്വ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു പൃഷ്ട്വ അനാമയം ആദൃതഃ, മൂന്ന് വാക്കുകൾ. പൃഷ്ട്വ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട്, എന്താ? അനാമയം ആദൃതഃ, അനാമയം എന്ന് പറഞ്ഞാൽ കുശലം ചോദിക്കുക. നമ്മൾ പ്രത്യേകിച്ചും വളരെ വേണ്ടപ്പെട്ട രണ്ട് മിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരോട് സൗഖ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീടുകളിലെയും സൗഖ്യമൊക്കെ കുശലമൊക്കെ ചോദിച്ചിട്ട് ആദൃതഃ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ട, ആദൃതഃ ആദരിക്കപ്പെട്ടവനായിട്ടുള്ള ആ വസുദേവന്. അപ്പോൾ വേണ്ട വിധത്തിൽ കാൽ കഴിയിച്ചൊക്കെ സൽക്കരിച്ച് സ്വീകരിച്ച് നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്ത്, സുഖമായിട്ടുള്ള ഒരു ഇരിപ്പിടമൊക്കെ കൊടുത്ത് വേണ്ട വിധത്തിൽ ആദരിക്കപ്പെട്ടവനായിട്ടുള്ള ആ വസുദേവര് പിന്നീട് ആ ആസനത്തിലൊക്കെ ഇരുന്നതിന് ശേഷം, അതായത് കാണുന്നുടനെ കയറി തനിക്ക് എന്താണോ അറിയേണ്ടത് അത് ചോദിക്കുകയായിരുന്നില്ല. ആ ആചാര്യ മര്യാദകളെല്ലാം, ആതിഥ്യ മര്യാദകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം സുഖമായി തൻ്റെ ആ ഇരിപ്പിടത്തിൽ ഇരുന്നതിന് ശേഷം പതുക്കെ കുശലം ചോദിച്ചു തുടങ്ങി, പരസ്പരം സൗഖ്യമൊക്കെ അന്വേഷിച്ചു തുടങ്ങി. എന്നിട്ടോ അങ്ങനെയുള്ള ആ വസുദേവര് പ്രസക്തധീഹി, ധീ എന്നാൽ ബുദ്ധി. അപ്പോൾ പ്രസക്ത ധീഹി എന്ന് പറഞ്ഞാൽ തനിക്ക് അതിയായ ആ ഒരു താല്പര്യ ബുദ്ധിയോടുകൂടി തനിക്ക്, കാരണം ഇനിയും ആ ആദ്യമുള്ള ആ പ്രഥമ പടിയായി നമ്മൾ ചെയ്യുന്ന പരസ്പരമുള്ള കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും തനിക്കറിയേണ്ട കാര്യങ്ങൾ, താൻ ഏതൊരു കാര്യം അറിയാനാണോ അതീവ താല്പര്യത്തോടു കൂടി ഓടി വന്നത്, അങ്ങനെയുള്ള ആ അതിയായ താല്പര്യ ബുദ്ധിയോടുകൂടി സ്വാത്മജയോരിതമാഹ, സ്വാത്മജയോഹോ ഇതം ആഹ, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സ്വാത്മജയോരിതമാഹ. സ്വാത്മജയോ എന്ന് പറഞ്ഞാൽ സ്വ എന്നാൽ തൻ്റെ, ആത്മജ പുത്രന്മാർ, തൻ്റെ, ഇവിടെ സ്വാത്മജയോഹോ തൻ്റെ രണ്ടു പുത്രന്മാരിൽ, കാരണം രണ്ടു പുത്രന്മാരും ഇപ്പോൾ നന്ദഗോപരുടെ കൂടെയാണ്. ആ രണ്ടു പുത്രന്മാരിൽ അവരെക്കുറിച്ച് അറിയാനുള്ള ആ ആഗ്രഹം, മതിയായ താല്പര്യം കൊണ്ടാണ് ഇപ്പോൾ ഓടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വസുദേവർ ആ തൻ്റെ രണ്ട് പുത്രന്മാരിൽ ആ താല്പര്യ ബുദ്ധി കൂടുതലായതുകൊണ്ട് അങ്ങനെയുള്ള ആ വസുദേവർ ഇതം ആഹ, ഇതം എന്നാൽ ഇപ്രകാരം ആഹ പറഞ്ഞു.
വിശാംപതേ. വിശാംപതേ എന്ന് പറഞ്ഞാൽ അല്ലയോ രാജാവേ. ഇവിടെ രാജാവേ എന്ന് വിളിക്കാൻ കാരണം നന്ദഗോപര് നമുക്കറിയാം ഗോകുലത്തിലെ ആ ഒരു നാട്ടുരാജാവാണ്. അപ്പോൾ ഇവിടെ മിത്രം എന്നുള്ള രീതിയിലുള്ള ആതിഥ്യ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും ഏതൊരു നാട്ടുരാജാവിൻ്റെ കൈകളിലാണോ തൻ്റെ ഉണ്ണികളുള്ളത്, തൻ്റെ പ്രിയ പത്നിയുള്ളത്, ആ നാട്ടുരാജാവിനെ ആദ്യം അല്ലയോ രാജാവേ പറഞ്ഞാലും എന്ന് ഇനിയും ചോദിച്ചു തുടങ്ങിയാണ്. എന്തൊക്കെയാണോ തനിക്ക് അറിയേണ്ട ആ വിവരങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ആദ്യഘട്ടം അവർ ആ നന്ദഗോപര് വസുദേവരെ കാൽ കഴിയിച്ച് വേണ്ട സൽക്കാരങ്ങളൊക്കെ കൊടുത്ത് സുഖമായ ഒരു ആസനത്തിലിരുത്തി അതിനുശേഷം രണ്ടുപേരും പരസ്പരം കുശലമൊക്കെ ചോദിച്ചു. ഇനിയും വസുദേവർ എന്തിനാണോ ഓടി വന്നത്, ആ ഒരു അതിയായ തൻ്റെ 2 പുത്രന്മാരെക്കുറിച്ച് അറിയാനുള്ള അതിയായ താല്പര്യബുദ്ധിയോടുകൂടി ഓടി വന്ന ആ വസുദേവര് ഇനി എന്താ നന്ദഗോപരോട് ചോദിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. പൂജിത സുഖമാസീന പൃഷ്ട്വാനാമയമാദൃത പ്രസക്തധി സ്വാത്മജയോരിതമാഹ വിശാംപതേ. ഇനിയും അതിലും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ പൂജിത പൃഷ്ട്വാനാമയമാദൃത അവിടെ വിസർഗമുണ്ട്. അതേപോലെ രണ്ടാമത്തെ വരിയിൽ പ്രസക്തധീഹി അവിടെയും വിസർഗമുണ്ട്. അത് രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സുഖമാസീന, അവിടെ മാ അകാരം കൊടുത്ത് തന്നെ വായിക്കുക. സുഖ മാസീന അല്ല, സുഖം ആസീനയാണ്. അപ്പോൾ അതുകൊണ്ട് മാ അവിടെ ജോയിൻ ചെയ്യാൻ വന്നെങ്കിലും സുഖമാസീന ഇവിടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ പൃഷ്ട്വ അനാമയം ആദൃത അവിടെയും പൃഷ്ട്വ അനാമയം ആദൃത അവിടെ പൃഷ്ട്വ അനാമയം ആദൃത മാ ഉണ്ടെങ്കിലും മാതൃത അല്ല, പൃഷ്ട്വ അനാമയം ആദൃത ഇവിടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് സ്വാത്മജയോരിതമാഹ വിശാംപതേ. സ്വാത്മജയോ രാ ജോയിൻ ചെയ്യാൻ വന്നാണ് ഈ ആണ് അവിടെ ഇതമാഹ ആണ്. അതുകൊണ്ട് സ്വാത്മജയോരിതമാഹ വിശാംപതേ അവിടെ ഈകാരം കൊടുക്കുക. ആഹ എന്നുള്ളിടത്ത് മായുടെ അവിടെ അകാരം നീട്ടിയെടുത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.